നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ഗലാത്തിയ 6:9. സ്നേഹം നിറഞ്ഞവരെ, ഈ തപസ്സുകാല യാത്രയുടെ മധ്യത്തിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ ഉത്സാഹം കൂടുതലായിരിക്കും. പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയ ശീലങ്ങൾ ആരംഭിക്കുവാനും എളുപ്പമായിരിക്കും. പക്ഷേ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ക്ഷീണം വരാം, ശ്രദ്ധ കുറയാം, ചില തീരുമാനങ്ങൾ മന്ദഗതിയിലാകാം. അവിടെയാണ് സ്ഥിരതയുടെ ആത്മീയ മൂല്യം. മരുഭൂമി നമ്മെ പഠിപ്പിക്കുന്നത് വേഗമല്ല, വിശ്വസ്തതയാണ്. ദൈവത്തോടുള്ള ബന്ധം ഒരു നിമിഷത്തിൻ്റെ ആവേശത്തിലല്ല, പ്രതിദിനം വിശ്വസ്തമായി നടക്കുമ്പോഴാണ് ആഴപ്പെടുന്നത്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ആരംഭിച്ചതിൽ വിശ്വസ്തമായി തുടരുന്നുണ്ടോ? ഈ തപസ്സുകാലം പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമല്ല, അവയിൽ സ്ഥിരമായി നിലകൊള്ളുവാൻ നമ്മെ വിളിക്കുന്നു. വിശ്വസ്തതയിൽ തുടരുവാൻ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ.